ഹായ് ഫ്രണ്ട്സ്, ലിസ് ടേസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഫുള്ളും കാണാൻ എല്ലാവരും മറക്കല്ലേ. നമുക്കതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഞാനൊരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒരു പകുതി വഴവാകുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള ഒരു പകുതി വഴമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയോടൊപ്പം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വരട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴന്നു. ഇനി അതിലേക്ക് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. കണവയ്ക്കൊക്കെ പെരിഞ്ജീരകം കൂടുതൽ വേണം, എന്നാലേ മണമൊക്കെ കിട്ടാൻ വേണ്ടി, അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണ്ടായി, അതിന് വേണ്ടി. ഇത് പെരിഞ്ജീരകം മാത്രം പൊടിച്ചതാണ്, മറ്റ് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, പെരിഞ്ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. സവാളയോടൊപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ. മുളകും മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി പുളി കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ കുടംപുളിയുടെ 2 ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുന്നു. ഞാനിതിനകത്ത് ഇടാൻ വേണ്ടി കണവ കുക്കറിനകത്ത് വെച്ചാണ് വേവിച്ചത്. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്കിന് കുക്കറിനകത്ത് പെട്ടെന്ന് വെന്ത് വരും. ഇനി കണവ ഇത് ഒത്തിരി വലുതല്ല, ഒരു ചെറിയ സൈസാണ്. ഇനി ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് തവി കൊണ്ട് വേണമെങ്കിൽ അത് മുറിച്ച് കൊടുക്കാം. അതിനകത്തിട്ട് പിന്നെ കറിവേപ്പിലയും ഉപ്പും ഒക്കെ നോക്കി അതിനകത്ത് ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് തവി കൊണ്ട് മുറിച്ച് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നവരാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കുക, അല്ലാത്തവർ നന്നായിട്ട് പറ്റിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് പറ്റി വരുന്നുണ്ട്. ഇത് നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പറ്റിച്ചങ്ങെടുത്താൽ മതി, എളുപ്പത്തിൽ തയ്യാറാക്കാം.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യണേ. വലിയ പീസൊക്കെ തവി കൊണ്ട് ചെറിയ പീസാക്കി മുറിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നു. ഇനി നന്നായിട്ട് പറ്റി ഗ്രേവി കുറുകിയിരിക്കണമെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയിം കൊടുക്കാം. ഇല്ലാത്തവർ ഈ പരുവത്തിൽ വാങ്ങിയെടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ.